ഇനി നമുക്ക് എന്ത് ചെയ്യാം, പാർട്ട് ബിയിലെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് ഫൈൻഡ് dy ബൈ ഡി എക്സ്. dy ബൈ ഡി എക്സ് കാണാനാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെ y ഉൾപ്പെട്ടൊരു ഫംഗ്ഷനാണ് തന്നിരിക്കുന്നത്. y ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടല്ല അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ് വിത്ത് റെസ്പെക്റ്റ് ടു എക്സ്. വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് ആണ് നമ്മൾ ചെയ്യുക. രണ്ട് സൈഡിൽ എന്ത് ചെയ്യുന്നത്, എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ വരിക, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ക്യൂബിന് ആദ്യം ചെയ്യുക പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് വൈ ക്യൂബ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എ ക്യൂബ്. ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇതിനെന്ത് ചെയ്യും, ഓരോന്നോരോന്ന് ചെയ്ത് നോക്കാം. ഡി വൈ ബൈ ഡി എക്സ് കാണാനാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ അല്ലേ. എക്സ് ക്യൂബിൻ്റെ ആദ്യം ഡിഫറൻഷ്യൽ. എക്സ് ക്യൂബിൻ്റെ എന്താണ്, എക്സ് റൈസ് ടു എന്നിൻ്റെത് എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1. അപ്പോൾ എക്സ് റൈസ് ടു 3 പറയുമ്പോൾ പവർ 3 ആണ്. 3 ഇൻറ്റു എക്സ് റൈസ് ടു 3 മൈനസ് 1. ഓക്കെ, പ്ലസ് ഇതേപോലെ തന്നെ വൈ ക്യൂബിൻ്റെ വരിക. എന്താണ് അതിലൊരു വ്യത്യാസം ഉണ്ടാവുക, 3 ഇൻറ്റു വൈ റൈസ് ടു 3 മൈനസ് 1. ഓക്കെ, 3 മൈനസ് 1 തീർന്നിട്ടില്ല. വൈൻ്റെത് എടുക്കുമ്പോൾ എന്താണ്, അതിൻ്റെ കൂടെ ഡി വൈ ബൈ ഡി എക്സും കൂടി വരും കേട്ടോ. ഈക്വൽ ടു എ ക്യൂബ് എന്ന് പറഞ്ഞാൽ എക്സ് ഇല്ലാത്തൊരു ടേമാണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻഷ്യൽ എന്താ, 0. കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 0. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെ ഒരിത് ചെയ്യുമ്പോൾ ഇതിൽ രണ്ടിലൊക്കെ കോൺസ്റ്റൻ്റ് ആയിട്ടൊരു നമ്പർ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് കട്ട് ചെയ്യാം. അത് വെറുതെ അടുത്ത സ്റ്റെപ്പിലേക്കൊന്ന് വലുതാക്കി കൊണ്ടുപോകണ്ട. അപ്പോൾ എക്സ് റൈസ് ടു ഇവിടെ 3 1 കുറച്ചാൽ 2 എക്സ് സ്ക്വയർ പ്ലസ് ഇവിടെ എന്താണ് 3 1 കുറച്ചാൽ വൈ സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് കിട്ടും ഈക്വൽ ടു 0. ഇനി എന്താണ്, ഡി വൈ ബൈ ഡി എക്സ് കാണണമെങ്കിൽ അതിൻ്റെ കൂടെയുള്ള ഓരോന്നിനും അപ്പുറത്തേക്ക് നമ്മൾ ആദ്യം കൊണ്ടുപോകണം. അപ്പോൾ ഇവിടെ ആദ്യം ഒരു എക്സ് സ്ക്വയർ ഇട്ട് കിടക്കേണ്ട, എക്സ് സ്ക്വയറിന് ആദ്യം കൂടെ കൊണ്ടുപോകാം. അപ്പോൾ എന്ത് വരും, വൈ സ്ക്വയർ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഇവിടെയുള്ള പ്ലസ് എക്സ് സ്ക്വയർ ആണ്ട് പോകുമ്പോൾ മൈനസ് എക്സ് സ്ക്വയർ ആകും. ഓക്കെ, ഇനി എന്താണ്, ഡി വൈ ബൈ ഡി എക്സ് ആണല്ലോ നമുക്ക് കാണേണ്ടത്. അതിൻ്റെ കൂടെയുള്ള ഓരോന്നിനെ കൊണ്ടുപോകണം. ആദ്യം ഇവിടെ കിടന്നിരുന്ന എക്സ് സ്ക്വയർ വേറിട്ട് കിടന്നിരുന്ന എക്സ് സ്ക്വയറിനെ കൊണ്ടുപോയി. ഇനി ഡി വൈ ബൈ ഡി എക്സിനോട് ചേർന്നിട്ട് ഒരു വൈ സ്ക്വയർ കിടക്കുന്നുണ്ട് അല്ലേ, അതിനെ ഇനി നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഒറ്റക്കാവുള്ളൂ ഇവിടെ. അപ്പോൾ നമ്മൾ ആൻസർ കിട്ടും. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സിന് കൂടുതൽ വൈ സ്ക്വയർ ഇൻറ്റു ചെയ്യാനല്ലേ, അത് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും, ഹരിക്കണം എന്നാവും. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു അവിടെ ഓൾറെഡി ഒരു മൈനസ് എക്സ് സ്ക്വയർ ഉണ്ട്. ഇവിടുന്ന് വരുന്ന ഇൻറ്റു വൈ സ്ക്വയർ അങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ വൈ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇതിന് ആൻസർ എന്താ കിട്ടുക, മൈനസ് എക്സ് സ്ക്വയർ ബൈ വൈ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യന് ശരിക്കും മനസ്സിലാക്കിയിട്ട് പഠിക്കാം കേട്ടോ. ഇങ്ങനത്തെ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാനല്ല ഈ മിക്സായ ഫംഗ്ഷന് തന്നിട്ട് അതിൽ നിന്ന് ഡി വൈ ബൈ ഡി എക്സ് കാണാനൊക്കെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഫംഗ്ഷനെ നമ്മൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ് അറിയാം. അതായത് ഇപ്പോൾ ഇവിടെ ചോദ്യത്തിൽ തന്നെ കണ്ടോ, എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് ഈക്വൽ ടു എ ക്യൂബ്. അതായത് എക്സും വൈയും ഒക്കെ മിക്സ് ആയിട്ട് കിടക്കുന്ന ഫംഗ്ഷനാണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ് അറിയാം കേട്ടോ. ജസ്റ്റ് ആ ടേം ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. അത് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഈ ടൈപ്പ് പ്രോബ്ലം കിട്ടിയാൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക നിങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ് ഈക്വൽ ടു എ കോസ് ടി വൈ ഈക്വൽ ടു ബി സൈൻ ടി എന്നിട്ട് ഡി വൈ ബൈ ഡി എക്സ് ആണ് കാണാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ ഫംഗ്ഷൻ ടിയിൽ അല്ലെങ്കിൽ തീറ്റയിലൊക്കെ നമുക്ക് സാധാരണ തരാറുണ്ട്. ഇത്തരം ഫംഗ്ഷനുകളാണ് പാരാമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയും കേട്ടോ. പാരാമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ടിയിലോ തീറ്റയിലോ തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ടിയിലാണെങ്കിലും തീറ്റയിലാണെങ്കിലും ആദ്യം നമുക്ക് കാണേണ്ടത് ഡി വൈ ബൈ ഡി എക്സ് അല്ലേ. അപ്പോൾ ഇവിടെ കിട്ടുന്നത് എന്താ വെച്ചാൽ രണ്ട് ഫംഗ്ഷൻസ് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുക എന്ന് മനസ്സിലാക്കിയേക്കുക. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഡി വൈ ആയതുകൊണ്ട് ഡി വൈ ആണ് ഫംഗ്ഷൻ ടിയിലുമാണ് എങ്കിൽ നമ്മൾ ആദ്യം കാണുന്നത് ഡി വൈ ബൈ ഡി ടി കാണുക. ഓക്കെ, എന്നിട്ട് പിന്നെ അടിയിൽ ഡി എക്സ് ആണല്ലോ, ഹരിക്കണം ഡി എക്സ് ബൈ ഡി ടി. ഇത് ചെയ്തതിന് ഇത് രണ്ടും കൂടി കണ്ടിട്ട് ഹരിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡി വൈ ബൈ ഡി എക്സ് ആവും. ഇനിയിപ്പോൾ തീറ്റയിലാണ് തരണമെങ്കിലോ അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എങ്ങനെ കാണുക, മുകളിൽ വൈ ആണല്ലോ, അപ്പോൾ ഡി വൈ ബൈ ഡി തീറ്റ ഹരിക്കണം ഇതിനെന്ത് ചെയ്യുക, ഡി എക്സ് ബൈ ഡി തീറ്റ. ഇത് ചെയ്ത് കഴിഞ്ഞാലും ഡി വൈ ബൈ ഡി എക്സ് കാണും. അപ്പോൾ ടിയിലാണെങ്കിലും തീറ്റയിലാണെങ്കിലും നമ്മൾ തന്ന ഫംഗ്ഷനെ എന്ത് ചെയ്യുക, ആദ്യം തന്നത് ഏതിലാണ്, ടിയിലാണെങ്കിൽ ടിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, തീറ്റയിലാണെങ്കിൽ തീറ്റയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ടിയിലാണല്ലോ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് ഈക്വൽ ടു എ കോസ് ടി ആണ്. എക്സ് ഈക്വൽ ടു എ കോസ് ടി അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഡി എക്സ് ബൈ ഡി ടി കാണുകയാണ്. ഓക്കെ, എന്താ അവിടെ കണ്ട ഡി എക്സ് ബൈ ഡി ടി, ഇത് നമ്മൾ ആദ്യം കണ്ടുവെക്കുക. ഡി എക്സ് ബൈ ഡി ടി, അതായത്
നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് കാണാൻ പഠിച്ചിട്ടുണ്ട്. വൈക്ക് പകരം ടി വന്നാൽ അതിനെന്താ ഒരു വൈ അല്ല എക്സിന് പകരം ടി വന്നാൽ നമ്മളിവിടെ സാധാരണ എന്താ ഇതിൽ ഡി വൈ ബൈ ഡി എക്സ് അല്ല ഇതിൽ നമ്മൾ ഇത്രയും നേരം കണ്ടിരുന്നത് അടിയിൽ എക്സ് ആയിരുന്നു. അപ്പോൾ എക്സിന് പകരം ഇവിടെ ടി ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ടി വന്നതിന് ഫംഗ്ഷനും ടിയിലായാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. എക്സ് എങ്ങനെയാണോ ചെയ്യുന്നത് അതേ രീതിയിൽ ടിയിൽ വന്നാലും ചെയ്യുക, തീറ്റയിൽ വന്നാലും ചെയ്യുക. അപ്പോൾ നമുക്ക് എ കോസ് ടിയെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കാം. ഡി ബൈ ഡി ടി ഓഫ് എ കോസ് ടി, ഇതാണല്ലോ എക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എ കോൺസ്റ്റൻ്റ് ആണ്, കോൺസ്റ്റൻറ്റ് നമുക്കിവിടെ പുറത്തെടുക്കാം. അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് കോസ് ടി. ഓക്കെ, ഡി ബൈ ഡി ടി ഓഫ് കോസ് ടി എന്താ കോസ് ടിയുടെ ഡിഫറൻഷ്യൽ. ഓക്കെ, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നില്ല കേട്ടോ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് പറയുകയാണ്. എ ഡി ബൈ ഡി ടി ഓഫ് കോസ് ടി അല്ലേ, കോസ് എക്സിൻ്റെത് എന്തായിരുന്നു ഡിഫറൻഷ്യൽ മൈനസ് സൈൻ എക്സ് അല്ലേ. അപ്പോൾ കോസ് ടീൻ്റെത് എന്താ വരിക, കോസ് ടി ആണ്, ഇവിടെ ടി ആണ്, അടിയിലും ടി ആണെങ്കിൽ എന്താ വരിക, എ കോൺസ്റ്റൻ്റ് ഇവിടെ ഉണ്ട്, മൈനസ് സൈൻ ടി എന്ന് വരും അല്ലേ, എ ഇൻറ്റു മൈനസ് സൈൻ ടി. എന്നാൽ ഇതേ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, വൈ ഒന്ന് എഴുതി നോക്കാം. വൈ ഈക്വൽ ടു തന്നിരിക്കുന്നത് ഇതാ കണ്ട ബി സൈൻ ടി ആണ്, അതിവിടെ എഴുതാം ബി സൈൻ ടി. ഓക്കെ, അപ്പോൾ ഡി വൈ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താ വരിക, ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അതിൽ ബി കോൺസ്റ്റൻ്റ് ആണ്, മാറ്റി നിർത്തി ഡി ബൈ ഡി ടി ഓഫ് സൈൻ ടി. ഓക്കെ, ഇനി ഇവിടെ എക്സും അടിയിലും എക്സ് ആണെങ്കിൽ നമുക്കറിയാം സൈൻ എക്സിൻ്റെ ഡിഫറൻഷ്യൽ എന്താണ്, കോസ് എക്സ് ആണ്. അപ്പോൾ ടിയിലാണെങ്കിൽ എന്ത് ചെയ്യുക, എക്സിന് പകരം ടി കൊടുക്കുക. അപ്പോൾ എന്ത് വരും, ബി കോസ് ടി അല്ലേ, ബി കോസ് ടി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ ടിയിലുള്ള ഡിഫറൻഷ്യൽ മൈനസ് എ സൈൻ ടി, എ ഇൻറ്റു മൈനസ് സൈൻ ടി, ഇവിടെ എന്തരും ബി കോസ് ടി അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഡി വൈ ബൈ ഡി എക്സ് കാണണം, ഡി വൈ ബൈ ഡി എക്സ് കാണാം. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് പറഞ്ഞാൽ എങ്ങനെ വരിക, ഞാൻ നേരത്തെ പറഞ്ഞു ഡി വൈ ബൈ ഡി എക്സ് പറഞ്ഞാൽ വൈ ഉള്ളത് ആദ്യം മുകളിൽ വരണം അല്ലേ. അതായത് വൈൻ്റേത് ഇപ്പോൾ ഡി വൈ ബൈ ഡി ടി ഇത് ആദ്യം ചെയ്യാം, ബി കോസ് ടി ഡിവൈഡഡ് ബൈ മറ്റേത് എന്താണ്, എ ഇൻറ്റു മൈനസ് സൈൻ ടി പറഞ്ഞാൽ മൈനസ് എ സൈൻ ടി ഇങ്ങനെ വരും. ഓക്കെ, ഇതിൽ ബിയും എയൊക്കെ കോൺസ്റ്റൻ്റ് ആണല്ലോ, ഇത് ചേർത്തിട്ട് നമുക്ക് എന്ത് ചെയ്താം, ഈ മൈനസ് അടിയിലുള്ള മൈനസ് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ മൈനസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അടിയിലത്തെ ടേമിൻ്റെ കൂടെ ഇടാം, മുകളിലത്തെ ടേമിൻ്റെ കൂടെ ഇടാം, അല്ലെങ്കിൽ ആ മൊത്തം ടേമിൻ്റെ സെൻറ്ററിലൊക്കെ ആയിട്ട് വേണമെങ്കിൽ കേട്ടോ, അതൊന്നും ഒരു വിഷയമല്ല. അപ്പോൾ മൈനസ് ബി ബൈ എ ഇൻറ്റു, ഇനി ഇവിടെ നോക്ക് കോസും സൈനും, കോസ് സൈനും കൂടി ഡിവൈഡ് ചെയ്ത് എന്താ വരിക, കോസ് ബൈ സൈൻ. സൈൻ ബൈ കോസ് അല്ല, സൈൻ ബൈ കോസ് ടാൻ ആണെങ്കിൽ കോസ് ബൈ സൈൻ എന്താണ്, കോട്ടാണ് കേട്ടോ, കോട്ട് ടി എന്ന് കിട്ടും. ഇതാണ് ഇതിൻ്റെ ആൻസർ, മൈനസ് ബി ബൈ എ കോട്ട് ടി. ഓക്കെ, അപ്പോൾ വലിയ പ്രോബ്ലം ആണെന്ന് വിചാരിക്കരുത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഓരോ സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് ഇത്ര ടൈമും ഇത്ര സ്റ്റെപ്പുകൾ എടുക്കുന്നത്. നിങ്ങളിത് ചെയ്ത് പഠിച്ച് നോക്കുക, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ കണ്ടെത്താൻ കഴിയും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ പാർട്ട് സിയിലെ നമ്മളുടെ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 4+3 അല്ലെങ്കിൽ 3+4 എന്ന രീതിയിലാണ് വരിക. അപ്പോൾ അതിൽ എന്ത് ചെയ്യണേ, ഡിഫറൻഷ്യേറ്റ് ചെയ്യാനാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്റ്റ് ടു എന്താണ്, എക്സ്. ഓക്കെ, വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡി വൈ ബൈ ഡി എക്സ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്താണെന്ന് മനസ്സിലാക്കാതിരിക്കരുത്.